അപ്പോൾ നമ്മൾ ഈ പടക്കമൊക്കെ വാങ്ങാനായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അച്ഛൻ കൊണ്ടുപോവാണ്, രാവിലെ വരാൻ പറഞ്ഞു. നമ്മൾ പോകുന്നു. അച്ഛൻ വണ്ടി എടുക്കുന്നു, മക്കൾ രണ്ടുപേരും എവിടെ പോകുന്നു? മൂത്ത കുഞ്ഞിനെ ഒരുപാട് കുഞ്ഞിക്കാൻ പറ്റില്ല, ഇളയ കുഞ്ഞിനെ മാത്രമല്ല താലോലിച്ചോളൂ എന്നൊക്കെ ചിലർ പറയുന്നത്. പക്ഷേ രണ്ട് മക്കളെയും താലോലിച്ചും രണ്ട് മക്കളെ ഇതാക്കി നോക്കണം. എനിക്ക് അങ്ങനെ നോക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ നല്ല ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇനി നമ്മൾ കല്യാണത്തിന് മുമ്പേ നമുക്ക് ഓക്കെ, മൂത്ത കുഞ്ഞിനോടല്ല ഇളയ കുഞ്ഞിനെ കൂടുതൽ കൊഞ്ചിക്കും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പിണങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളോടത്ത് പിണങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? അച്ഛനമ്മമാരടുത്ത് പിണങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളായിട്ട് കുറച്ച് നാളധികം കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിയിട്ട് പിണങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? അതാ ഇത്രയും നാളായിട്ട് ഞാനൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഫ്രണ്ടായിരിക്കാം, വീട്ടുകാരായിരിക്കാം, ആരും ആയിക്കോട്ടെ, ഇതുവരെ ഞാൻ ആരുമായിട്ട് പിണക്കം ഉണ്ടായിട്ടില്ല. എനിക്കൊരു പിണക്കം ഒരാളോട് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വളരെ റെയറാണ്. അങ്ങനെ റെയറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അങ്ങനെയല്ല. ഞാൻ അത്യാവശ്യം വളരെയധികം നല്ല സൗഹൃദം പുലർത്തുന്നവരടുത്തും അത്യാവശ്യം അച്ഛനമ്മമാരായിക്കോട്ടെ, കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവരുമായിട്ടൊക്കെ ഇച്ചിരി പിണക്കമൊക്കെ വയ്ക്കുന്ന ഒരാളാണ്. കാരണം ഒരു വളരെ വൾണറബിൾ ആണെന്ന് പറയില്ലേ നമ്മൾ, വൈകാരികമായിട്ടുള്ളൊരു കാര്യത്തിനകത്ത് അങ്ങനെയാണ്. ഓക്കെ, ബന്ധങ്ങളുടെ അകത്ത്. സോ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡ്രാമ തോന്നുന്ന കാര്യങ്ങളാണ്. ഡ്രാമയും നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. സോഷ്യൽ റിലവൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മറ്റ് വിഷയങ്ങളേക്ക് നിങ്ങൾ പോയി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെസ്പെക്റ്റോടുകൂടി പറയുകയാണ്. കണ്ടതിന് ശേഷം ഇതെന്തിനാടേ എന്ന് ചോദിക്കരുത്. കാരണം ഈ ഒരു ടൈപ്പ് വീഡിയോസ് ഞാൻ നിരന്തരം ചെയ്യുന്നതാണ്. ഞാൻ കാണുന്നത് മനുഷ്യരെയാണ്, മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവർ മനുഷ്യരാണെന്ന് വിശ്വസിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ദയവായി കാണുക, അല്ലാത്തവർ മറ്റ് നല്ല വിഷയങ്ങൾ പോയി കാണുക. സോ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണെന്നുള്ളതല്ലേ കാണാം. ഗായ്സ്, എന്ന് ഞാനാട്ടോ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. ഇപ്പം നോക്ക്, എന്നെ കുറ്റം പറയാൻ വന്നിട്ടില്ല. ഉറക്കം വേണ്ടിയിട്ട് നിൽക്കുന്ന പ്രവീണിനെയാണ് നിങ്ങൾ കാണുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ വിളിച്ചുണർത്തിയത് ആരാണ്? പ്രണവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ നമ്മൾ ഈ പടക്കമൊക്കെ വാങ്ങാനായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അച്ഛൻ കൊണ്ടുപോവാണ്, രാവിലെ വരാൻ പറഞ്ഞു. നമ്മൾ പോകുന്നു. അച്ഛൻ വണ്ടി എടുക്കുന്നു, മക്കൾ രണ്ടുപേരും എവിടെ പോകുന്നു? പടക്കം വാങ്ങാൻ പോകുന്നു. അപ്പോൾ ദീപാവലിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ഒരുപാട് പേർക്ക് ലീവ് അല്ലേ, എന്നിട്ട് ഹോസ്റ്റലുള്ളവർ സെറ്റ് ആയിട്ട് പടക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ വെച്ച് കേട്ടോ. അച്ഛനും മക്കളും വളരെ വലിയ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന കൂട്ടുകാരന്മാരെ പോലെ പെരുമാറിയിരുന്ന ആൾക്കാരാണ്. പടക്കം മേടിച്ചു പോയി തോന്നുന്നു. അടുത്തതായിട്ട് അച്ഛനാണ് പൊട്ടിക്കാൻ പോകുന്നത്. ലൈഫിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷം കടന്നു പോകുന്ന സമയത്ത് ഇവർ ഓർത്തിട്ടുണ്ടാവുമോ? പിന്നീട് പിൽക്കാലത്ത് ഒരു സമയത്ത് അവർ രണ്ടായിട്ട് മാറും, അല്ലെങ്കിൽ ഇവർ പിരിഞ്ഞു മാറും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളോ ഞാനോ പോലും നമ്മൾ കടന്നു പോകുന്ന സന്തോഷ വഴികളിൽ ഒരു കാരണവശാലും നാളെ എനിക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇത്രയും വലിയൊരു കുഴിയാണെന്ന് ചിന്തിക്കത്തില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട്, ചില മനീഷികളുണ്ട്, അവർ അത് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകും. അവർ നിസ്സംഗമായ ഭാവത്തിലായിരിക്കും. അമിതമായ സന്തോഷത്തിനെയോ അമിതമായിട്ടുള്ള വേദനയോ അവരധികമായിട്ട് മനസ്സിലേക്ക് എടുക്കാറില്ല. നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. എനിവേ, ഇവിടെ വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളുടെ അകത്ത് കടന്നുപോയ 2 വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതിനുശേഷം പ്രവീൺ അഥവാ പ്രവീണും പ്രണവും ചേർന്നുള്ള ആ ഒരു ചാനൽ, ആ കുടുംബാന്തരീക്ഷം കുറച്ച് നാളിന് ശേഷം ചില കാരണങ്ങളാൽ തകരുന്നു. ആ തകർന്നതിന് ശേഷം രണ്ടുപേരും 2 ചാനലിലേക്ക് മാറുന്നു. ആ വിഷയങ്ങളെല്ലാവർക്കും അധികം അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പ്രവീണിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അച്ഛനമ്മമാരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അകാരണമായിട്ടാണെങ്കിലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ വെറുക്കുന്നവരുണ്ട്. ഇനി എന്തായി ആയിക്കൊണ്ട് പോട്ടെ, അതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷം വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഈ വീട് വച്ചു, വീടിൻ്റെ അകത്ത് താമസമായി. അതിനുശേഷം കുഞ്ഞ് പിന്നെ അതിനുശേഷം പുള്ളിക്കാരിയുടെ മൃദുലയുടെ അച്ഛൻ മരണപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ പ്രവീൺ. അതുപോലെ തന്നെ പ്രണവ് കൊച്ചുവിൻ്റെ ചാനലിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അച്ഛനമ്മമാരുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, വണ്ടി എടുക്കുന്നു, വളരെ സന്തോഷമായിട്ട് അവരും അവിടെ പല പല ഡിഷസൊക്കെ വയ്ക്കുന്നു, അതൊക്കെ കാണിക്കുന്നു. സോ വളരെ ഹാപ്പി മൊമെൻറ്റ്സ് ആണ് 2 ചാനലിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ റീയൂണിയനെ കുറിച്ച് പല തരത്തിൽ, അഥവാ റീയൂണിയൻ എന്ന് വെച്ചാൽ റീയൂണൈറ്റഡ് ആവുക, വീണ്ടും ഒന്നിക്കുക, ആ കുടുംബം വീണ്ടും ഈ കണ്ടതുപോലെ പോവുക എന്നുള്ള കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവീൺ പറയുന്നത് കേൾക്കാം, നമുക്കത് കാണാം. ആരടുത്തും യാതൊരു വിധത്തിലുള്ള പണക്കവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മൃഗയുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു.
പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചായിക്കോട്ടെ എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കം കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിരുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം. ഇത് തെറ്റും ശരിയും 2 ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ എന്തോ ഇപ്പം ഇത്രയ്ക്കുള്ള മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ല. അപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും അർത്ഥമില്ലാതായി പോകും. അതൊക്കെ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, റിഗ്രറ്റ്. ഒരു മനുഷ്യനെ വളർത്താനും കൊല്ലാനും കഴിയുന്നൊരു വാക്കാണ് റിഗ്രറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം, വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇങ്ങനെ പരിതപിക്കുന്നത്, വിഷമിക്കുന്നത്, വേദനിക്കുന്നത്? നിൻ്റെ ജോലി കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ ഫലഹേതുർഭൂ മാ തേ സങ്കോസ്തു കർമ്മണി. കർമ്മം ചെയ്യുക, നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളിലേക്ക് മുഴുകുക. ബാക്കി എന്ത് കിട്ടണം എന്നുള്ള കാര്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആവരുത്. നിഷ്കാമ കർമ്മം ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതുപോലെ റിഗ്രറ്റ്, പശ്ചാത്താപം നിങ്ങളെ കൊല്ലും. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങളൊരു കർമ്മമായിട്ട് തന്നെ കാണുക. അത് കഴിഞ്ഞു പോയി. പാസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള പാപഭാവം കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ട ഒരു ശരീരം കൊണ്ട് നടക്കുന്നത് പോലെ ഒരു ജഡമായിട്ട് നിങ്ങൾ ജീവിച്ച് തീർക്കേണ്ടി വരും. സോ റിഗ്രറ്റ് എന്നുള്ള സാധനത്തിനെ കൊണ്ട് നടക്കരുത്. എനിക്കത് ആദ്യമേ പറയുള്ളൂ, മാനസികാരോഗ്യത്തിനെ തകർക്കും. സോ ആ പുള്ളി പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം തുടക്കത്തിൽ കാണിച്ചത് ഇവർ തന്നെയാണ്. ഇന്ന് പ്രസൻറ്റിൽ അവരങ്ങനെ അല്ലാതെ 2 തരത്തിലേക്ക് മാറുന്ന സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റഡ് ആയി. സോ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. സോ ജീവിതം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ആസ്വാദന നിലവാരം കൂട്ടുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഈ നാളെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന സംഭവിക്കും, മറ്റൊന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇത് സംഭവിക്കും, അത് സംഭവിക്കും എന്നുള്ള രീതിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ് ഉള്ളത്. നാളെ പരിപ്പ് കറിയും ചമ്മന്തി സാമ്പാറും, മറ്റന്നാ ദോശയും ചമ്മന്തി, അടുത്ത ദിവസം ഇഞ്ചിക്കറിയും ചോറും എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം പ്രഡിക്റ്റബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും ജീവിതത്തിന് ഇതുണ്ടാവുക? ഒരു സിനിമ കാണുമ്പോൾ പോലും അടുത്ത സീനും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അരോചകമായിരിക്കില്ല. അതുപോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫിലൂടെ ഇവർ കടന്നുപോയി അവരെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും ദേഷ്യപ്പെടുന്നവരും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നവരും കൂടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ആ ഒരു കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം വളരെ കടുത്ത വേദനയിലൂടെ സഞ്ചരിക്കുമ്പോഴും അവരടുത്ത് ഒരു Q&A വീഡിയോ ആയിട്ട് വന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്ക് മനസ്സിലാവുന്നു. അന്തരാർത്ഥത്തിൽ അവർ ആ കുടുംബമായിട്ട് ഒരുമിക്കാനുള്ള താല്പര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇനി തിരിച്ച് സംഭവിക്കരുതെന്നുള്ള കാര്യം അമ്മ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാവരും അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇഴ അകൽച്ചകൾ അത് അടുപ്പത്തിലേക്ക് തന്നെ വരും. ഓക്കെ, നമ്മൾ എത്ര തന്നെ ദൂരേക്ക് പോയാലും അത് അടുപ്പത്തിലേക്ക് വരും. ആ മനസ്സുണ്ടായാൽ മതി. ഒന്നുകിൽ അകലേക്ക് പോയവരെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് ഇവിടെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അകലേക്ക് പോയവരെ അടുത്തേക്ക് പോകാൻ നമുക്ക് മനസ്സിലുണ്ടാവണം. ഇത് രണ്ടുപേർക്കും ഞാനില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫിനകത്തൊരിടത്തും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല നല്ല ബന്ധങ്ങളുമായിട്ട്. സോ വളരെ നല്ലൊരു തീരുമാനം ആ ഒരു ചിന്തയിൽ. നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാറുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. കുറേ കമൻസ് വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചൂടെ, എല്ലാവർക്കും പഴയ പോലെ കായിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട്. നമ്മൾ വീടിനടുത്ത് ഡ്രില്ലിംഗ് ചേട്ടനെ ഡ്രിൽ ചെയ്തുകൊണ്ട് തകർത്തോണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹപ്രകാരം അവരുടെ ഈ ഒരുമിച്ച് വരില്ലേ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു മറുപടിയാണ് ഇവരിത് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരാൾ ചോദിക്കുന്നു മൃദുലയുടെ ഫേസ് കണ്ടോന്ന്. മൃദുലയുടെ ഫേസിന് എന്താ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കാറുണ്ട്, ഇപ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ഇത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഹാർഡ് കോർ ചില ഫാൻസിനൊക്കെ ചിലപ്പോൾ കയറിക്കൊള്ളും. ഞാനൊരു കാര്യം പറയാം. അവരവരുടെ കുടുംബജീവിതം നിങ്ങൾ അത് കാണുന്നു. ഓക്കെ, അവരുടെ എന്തൊക്കെ കാണിക്കണം തീരുമാനമെടുക്കുന്നവരാണ്. അതിനകത്ത് ടേക്ക് എടുക്കുന്നു, അതിനകത്ത് കട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ തരത്തിലായിരിക്കും സംസാരിക്കേണ്ടത്, എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളത് എന്നെപ്പോലെ തന്നെ അവരും തീരുമാനിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ മൃദുല അൺവാണ്ടഡ് ആയിട്ട് കുറേ അധികം ഹെയ്റ്റ് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ആ പെണ്ണ് വന്ന് കയറിയിട്ടാണ് ആ കുടുംബം നശിച്ചത്. എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, എത്രയോ കുടുംബങ്ങളുടെ അകത്ത് ചില പെൺകുട്ടികൾ വന്നതിന് ശേഷം ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ആ സമയത്തും പരിസരത്തിലോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഈ പയ്യൻ്റെ വീട്ടുകാരോ ഒക്കെ ചില ആൾക്കാരും അവരെ അറിയുന്ന ആൾക്കാരൊക്കെ ഈ പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തും. ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി മരണപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും. അന്വേഷണം നടന്നതിന് ശേഷം പല കാര്യങ്ങൾ പുറത്തു വരും. അന്ന് പുറത്ത് വന്നിട്ട് ഈ നാട്ടുകാരടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് നാട്ടുകാർ പറയും, അയ്യോ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, അയ്യോ പാവം കൊച്ചായിരുന്നു, ഞങ്ങളുടെ അടുത്തൊക്കെ എന്ത് നന്നായിട്ട് ഇടപെടുമായിരുന്നു, വളരെ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും
ചിരിയുമായിട്ടൊക്കെ നടക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ? ബട്ട് ഇവരുടെ ഉള്ളിൽ ആ കുട്ടിയോടുള്ള വെറുപ്പ് വെച്ചിട്ട് പിന്നീട് ഒരു കാര്യം വരുന്ന സമയത്ത് അത് മാറ്റി പറയും. സോ ഞാനൊരു കാര്യം പറയാം, ഈ ജഡ്ജ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം പബ്ലിക്കിലേക്ക് വരുന്ന വീഡിയോസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാണെങ്കിലും ജഡ്ജ് ചെയ്യപ്പെടും. പക്ഷേ ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് മൃദുല എന്നുള്ളൊരു വ്യക്തി മാത്രമാണ് അവരത് കുറ്റക്കാരിയാവുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അവർ 4 പേര് ചേർത്തിട്ടുള്ള വീഡിയോ, അതിനുശേഷം കല്യാണമൊക്കെ നടക്കുന്നുണ്ട്, ഇനി കൊച്ചിന് കല്യാണം കഴിയണമല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വീണ്ടും അതേപോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്ത് പറയാൻ പറ്റും? ഞാൻ ചോദിക്കുക, സിമ്പിളി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകൾ, ഇപ്പം മറ്റൊരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇയാൾ വന്ന് ചോദിച്ചിട്ട് തീ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ, അതുപോലെ അവൻ്റെ അഹങ്കാരം കണ്ടോ. അതുപോലെ തന്നെ ഇടയ്ക്ക് കേൾക്കുന്നൊരു കമൻറ്റാണ് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നില്ല, കാരണം ഒരുമിച്ച് നിന്ന് ഈ കുടുംബം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രണവ്, പ്രവീൺ, അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ കൊച്ചു എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചാനൽ അത് പ്രവീണിൻ്റെ കൈക്കലാക്കി എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, കാരണം അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആളല്ല, കാരണം അത് അവർക്കേ അറിയാവൂ വീഡിയോ ചെയ്ത് തുടങ്ങിയത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം. സോ ഇപ്പോൾ അവരതൊക്കെ വിടാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇപ്പോൾ കൊച്ചുവിൻ്റെ ചാനലിൽ സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് കൊച്ചുവിൻ്റെ ചാനൽ പോകുന്നു, ഞാൻ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ചാനലൊക്കെ എൻ്റെ അമ്മ കാണാറുണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. സോ അപ്പം ഈ കൊച്ചുവിൻ്റെ ചാനൽ കാണാറുണ്ട്, അതുപോലെ തന്നെ പ്രവീണിൻ്റെ ചാനൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇവരൊരു റിയൂണിയൻ വരുന്നത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ മൃദുല ഒരു കുഴപ്പക്കാരിയാണ്, അല്ലെങ്കിൽ മൃദുല ഒരു പ്രശ്നക്കാരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നവരെയും കാണാം. കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. സോ അതെന്തിനാണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിനകത്തൊരു പോയിന്റ് പ്രവീൺ പറഞ്ഞു പോകുന്നുണ്ട്, ആ ഒരു പോയിന്റിനെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്, ഒന്ന് കേൾക്കാം. എവന്റെ കാര്യം മാത്രം നോക്കാനേ ടൈമുള്ളൂ. നമ്മളെ കാര്യം നോക്കി എവന്റെ കാര്യം മാത്രം നോക്കാൻ ഇപ്പോൾ ടൈമുള്ളൂ. ഈ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ബേബി ആയി കഴിഞ്ഞാൽ നമുക്ക് എവനിലുള്ള ശ്രദ്ധ കുറയും, എവന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യം. നമുക്ക് ഇവനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്രത്തോളം ശ്രദ്ധ കൊടുത്ത് ഒരു ടൈം വരെ നമുക്ക് അവനെ പക്ക അടിപ്പ് നോക്കുന്നതൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് ഇതുള്ളൂ. കുഞ്ഞുങ്ങളായി 2 പേരെയും കൂടി നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവന് ടൈം കൊടുക്കണം. അപ്പം എന്താ പറയുന്നത്, മൂത്ത കുഞ്ഞിനെ ഒരുപാട് കുഞ്ഞിക്കാൻ പറ്റില്ല, ഇളയ കുഞ്ഞിനെ മാത്രം താലോലിച്ചോളം എന്നൊക്കെ ചിലർ പറയുന്നത്. പക്ഷേ 2 മക്കളെയും താലോലിച്ചും 2 മക്കളെ ഇതാക്കി നോക്കണം. എനിക്ക് അങ്ങനെ നോക്കണം ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ നല്ല ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ കല്യാണത്തിന് മുമ്പേ നമുക്ക് മൂത്ത കുഞ്ഞിനോടല്ല ഇളയ കുഞ്ഞിനെ കൂടുതൽ കൊഞ്ചിക്കുകയും മൂത്ത കുഞ്ഞിനോടുള്ള സ്നേഹം കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലല്ല ഈ കുട്ടിയെ, അഥവാ ഇനിയൊരു കുഞ്ഞിനും കൂടെ പ്ലാൻ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നത്. പക്ഷെ അത് പ്രവീണിൻ്റെ നമ്മുടെ ഇവരുടെ മൃദുലയുടെ തീരുമാനം ഭയങ്കര അടിപൊളി തീരുമാനമാണ്. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൂടെ ഇതിൻ്റെ പുറത്തുകൂടെ വീണ്ടും ഒരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. ആ കുട്ടിക്ക് ഒന്നാമത് സ്ത്രീക്ക് അവർക്ക് വീണ്ടും ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2 ഈ കുഞ്ഞിനെ നോക്കുന്ന സമയത്തിന് മുലപ്പാൽ ഒക്കെ കൊടുക്കുന്ന ഇടയ്ക്ക് തന്നെ മറ്റൊരു കുഞ്ഞിനെയും കൂടെ കെയർ ചെയ്ത് ആ സ്ത്രീ എന്തുമാത്രം ബുദ്ധിമുട്ട് സഫർ ചെയ്യേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും അത്രയും ഗ്യാപ്പൊക്കെ എടുത്തിട്ട്, ഒത്തിരി ലോങ് ഗ്യാപ്പൊക്കെ എടുത്തിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. സോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മക്കളുടെ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് വെച്ചാൽ 6 മുതൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. സോ അങ്ങനെ ആയാൽ അത് തീർച്ചയായിട്ടും നല്ലതാണ്. അല്ലാതെ സ്ത്രീകൾക്ക് ഓരോ വർഷവും നമ്മുടെ ഓണം വരുന്നത് പോലെ സ്ത്രീകളുടെ വയറ്റിൻ്റെ അകത്ത് മെഷീൻ വെച്ച് ഇഞ്ചെക്ട് ചെയ്ത് മറ്റേ കുട്ടിയെ ഉണ്ടാക്കി പുറത്തെടുക്കുന്ന മെഷീൻ വയ്ക്കുന്ന പരിപാടി, മെഷീനാക്കി മാറ്റുന്ന പരിപാടിയോട് യോജിക്കാനൊന്നും വളരെ ബുദ്ധിമുട്ടുണ്ട്, പറ്റത്തില്ല, അത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും പ്രവീണിൻ്റെ ലൈഫിൻ്റെ അകത്ത് അങ്ങനെ ഒരു മൊമെൻറ്റിൻ്റെ അകത്ത് എവിടെ കൂടെയൊക്കെ ഉള്ള സംഭവമായിരിക്കും ചിലപ്പോൾ പുള്ളി പറഞ്ഞത്. സോ അത് കുറ്റപ്പെടുത്തി പോലും പുള്ളി പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. ഇനി ആരും അതിൽ കയറി പിടിച്ച് പുള്ളിക്കാരുടെ ഇനിയിപ്പം ഇതാക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപേക്ഷ. പ്രവീണിന് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? എല്ലാവർക്കും എന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും അർത്ഥമില്ലാതായി പോകും. അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകൻ എന്നുള്ള രീതി ദിവസം ഒന്നും പോയത് അറിഞ്ഞില്ല ഇല്ലേ? അങ്ങനെ വേണം യാത്രയായ കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ നമ്മളെ മടിപ്പിക്കരുത്. ഈ ഇത്രയും ദിവസം ആയും തോന്നിക്കരുത്. ക്ഷീണമൊന്നുമില്ല. സത്യം നമ്മൾ പോയപ്പോ 10 ദിവസം 7 ദിവസത്തെ എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു. പക്ഷെ നമുക്ക് അത്ര ദിവസം ആയെന്ന് നമ്മൾ വന്നിട്ട് ഡേറ്റ് നോക്കിയപ്പോഴും മനസ്സിലായി. കാരണം അത്രയും അടിപൊളി ട്രിപ്പായിരുന്നു. Unforgettable moments when you both were in a relationship. മറക്കാൻ പറ്റാത്ത നിമിഷം. സോ ഇനി ഇതെല്ലാം നിങ്ങളത് അവിടെ തന്നെ പോയി കാണുക എന്നുള്ള കാര്യമാണ്. കാരണം ബാക്കി അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഇപ്പം അതിനകത്ത് ടോപ്പ് കമൻറ്റ്സ് നോക്കട്ടെ. ഫാമിലി റിയൂണിയൻ എന്ന് കണ്ട് ഓടി വന്നതാ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു. എബൌട്ട് ഫാമിലി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആൾക്കാരിടുന്നു. അടിപൊളി, എത്രയും പെട്ടെന്ന് ചേട്ടനും അനിയനും എന്നും കുടുംബമായിട്ട് ഹാപ്പി ആയിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ താഴെ വല്ല കൊനസ്റ്റ് കമൻറ്റും ഉണ്ടോ? ഉണ്ട കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് കമൻറ്റിൻ്റെ ഉണ്ട. അതിനകത്ത് എബൌട്ട് ഫാമിലി കഴിഞ്ഞ് പെട്ടെന്ന് ഒരുമിച്ച് വീഡിയോകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉണ്ട, വാട്ട് ഹാപ്പൻ ക്യാൻ ബി ഫർഗീവ് ബട്ട് നോട്ട് ഫർഗട്ടൺ. ലെറ്റ് മീ സ്റ്റേ സെപ്പറേറ്റഡ് തിരിച്ച് ആ വീട്ടിലേക്ക് പോവണ്ട.
തിങ്ക് അബൌട്ട് ദാറ്റ് ചേച്ചി. നമ്മുടെ ഹാപ്പിനെസ് അല്ല അവരുടെ ഹാപ്പിനെസ് ആണ് വലുത്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ പോടി, ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ആരും ചിരിച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ എന്താ ഇടീ പൊടി കമൻറ്റുകളൊക്കെ ഉണ്ട്. ആ കുഞ്ഞ് നോക്കി അടങ്ങി ഒതുങ്ങി അധികം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്ത് രസമാണ് കുഞ്ഞിനെ കാണാൻ. ഓക്കെ, സോ എന്തായിരുന്നാലും ഇങ്ങനെ തന്നെ പറയുന്നവർ നാളെയൊന്നും ഒരു കാരണവശാലും മാറ്റി പറയാതിരിക്കട്ടെ. എനിക്കതേ പറയാറുള്ളൂ. കാരണം സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണ്. മറ്റുള്ളവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യും കാലും വിറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊരു എന്താ ഇത് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് എന്നുള്ളത് പറയേണ്ടി വരും. സോ എന്തായിരുന്നാലും പ്രവീണ്, പ്രണവ്, ആ അച്ഛനമ്മമാർ, അതുപോലെ തന്നെ പ്രവീണിൻ്റെ കുഞ്ഞ്, ആ മൃദു, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഐക്യത്തിന് പോകണം. പക്ഷേ ആസ് എ പേഴ്സൺ റീയൂണിയൻ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ റീയുണൈറ്റഡ് ആയാലും പക്ഷേ ഒരു വീട്ടിലുള്ള താമസം മാത്രം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല ബന്ധങ്ങൾക്ക് അല്പം അകൽച്ച നല്ലതാണ്. ഓക്കെ, നല്ല ബന്ധങ്ങൾക്ക് ഇച്ചിരി അകൽച്ച നല്ലതാണ്. അതായത് അകൽച്ച എന്ന് വെച്ചാൽ ശരീരം കൊണ്ടുള്ള അകൽച്ചകളാണ്. അഥവാ ഒരിടത്ത് ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കുടുംബ ബന്ധങ്ങളും കുടുംബ വീടുകളും കുടുംബം എല്ലാം കൂടെ ഒരുമാതിരി കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. നാനോ കുടുംബങ്ങളൊക്കെ ആയി മാറി. കുറ്റവും പറയുന്നുണ്ട്, നാനോ കുടുംബങ്ങളായി. പക്ഷേ ഇന്ന് ഓണത്തിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ വന്നു പോകുന്നു, ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയാമോ, പണ്ട് ആളുള്ള കൂട്ടുകുടുംബം അതിനെക്കുറിച്ചൊക്കെ എനിക്കൊക്കെ നേരിട്ട് തന്നെ അറിയാം. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള നിങ്ങൾ കാണുന്നവർ പറ, കൂട്ടുകുടുംബത്തിൻ്റെ അത് അടിപൊളിയാണോ? പക്ഷേ കൂട്ടുകുടുംബം ഇന്ന് നല്ല സക്സസ്ഫുള്ളി നിൽക്കുന്നവരുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ മതി ഒരു വലിയ പ്രശ്നമായിട്ട് ആ കുടുംബത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്കൊക്കെ മാറും. പിന്നെ കുടുംബത്തിനെ ഭരിക്കുന്ന ഒരു ഗൃഹനാഥനൊക്കെ ഉണ്ടാകും. അയാൾ പറയുന്നതിന് കീഴിലെല്ലാവരും നിൽക്കണം, സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിലെ ഒരു കർക്കശ പരിപാടി ആണ് കൂട്ടുകുടുംബം. എന്നാൽ ഇന്നും ചിലയിടത്തങ്ങനെ നല്ല രീതിയിൽ നിലനിൽക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും നെഗറ്റീവാണ് പരിപാടി. അതുകൊണ്ട് നിങ്ങൾ രണ്ട് കുടുംബമായിട്ട് മാറും. ഇപ്പം ഇനി അടുത്ത് പ്രണവിൻ്റെ ഒരു കല്യാണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് മാറി താമസിക്കുമ്പോൾ ആ ബന്ധങ്ങൾ നശിക്കത്തില്ല. ഒരുമിക്കുക, വല്ലപ്പോഴും സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കാണുക, മിണ്ടുക. അല്ലെങ്കിൽ ഇന്ന് ഈ കമൻറ്റുകളൊക്കെ ഇടുന്നില്ലേ, അതേപോലെ ആൾക്കാർ വന്നിട്ട് ഇവരെ കണ്ടിട്ട് ഇപ്പോൾ പ്രവീണിൻ്റെ അമ്മയ്ക്ക് മുഖം അത്ര പോരാ, മൃദുവിനെ കണ്ടിട്ട് പ്രവീണിൻ്റെ അമ്മയ്ക്ക് എന്തോ വല്ലിക്കുന്നു. അതുപോലെ തന്നെ കണ്ടോ മൃദുവിനെ കണ്ടില്ലേ, പ്രവീണിൻ്റെ അച്ഛനെ കണ്ടിട്ട് എന്തോ വല്ലിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചുവിനെ കണ്ടിട്ട് എന്തോ വല്ലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ അസ്യൂം ചെയ്ത് ഓരോന്നൊക്കെ പറയാനും പടച്ചുവിടാനും കാരണമാവും. സോ എന്തായിരുന്നാലും വളരെ ഹാപ്പി ആയിട്ടാണ് അവരെ കണ്ടത്. വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. പ്രവീണിൻ്റെ ലൈഫിനും കൊച്ചുവിൻ്റെ ലൈഫിനകത്തും നല്ല മൊമെൻ്റാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിലനിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ആ കുഞ്ഞുമോൻ അമ്പൂട്ടനോ അമ്പൂട്ടനാണെന്നാണ് തോന്നുന്നത്, പെട്ടെന്ന് മറന്നു, ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ പേര്. ഓക്കെ, നല്ല പേര്. അമ്പൂട്ടനും നല്ലത് വരട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സോ ഇവരുടെ രണ്ടുപേരുടെയും ഇത് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? റീയൂണിയൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും ആണോ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.